പ്രണയം എപ്പിസോഡ് 3. ഓടിക്കൂടിയ ആളുകളെ വകഞ്ഞുമാറ്റിക്കൊണ്ട് ചിന്നുവിനടുത്തേക്ക് കുതിച്ചു പാർവതി. റോഡിൽ വീണുകിടന്ന ചിന്നുവിനെ പാർവതിയും ഓടിക്കൂടിയതിൽ ഒരു സ്ത്രീയും ചേർന്ന് പിടിച്ചു എഴുന്നേൽപ്പിച്ചു. വലത് കൈമുട്ട് പൊട്ടി ചോര ഒലിക്കുന്നു. ഇടത് കാൽമുട്ടിന് മുറിവുണ്ട്. വീഴ്ചയുടെ ആഘാതത്തിൽ നെറ്റി ചുവന്നു മുഴച്ചിരിക്കുന്നു. വേദന കാരണം കരഞ്ഞു തുടങ്ങിയ ചിന്നുവിനെ നെഞ്ചോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു പാർവതി. പെട്ടെന്നാണ് കാറിൻ്റെ പിൻഡോറ് തുറന്ന് വെള്ള ഡ്രസ്സ് ധരിച്ച ഡ്രൈവറെന്ന് തോന്നിപ്പിക്കുന്ന മനുഷ്യൻ ഇറങ്ങി വന്നത്. എന്താ കൊച്ചെ, നിനക്ക് കണ്ണ് കണ്ടൂടെ? ചാടിച്ചാവൻ ഈ കാറാണോ കണ്ടത്? ദേഷ്യത്തോടെ അയാൾ ചിന്നുവിനോട് ചോദിക്കുമ്പോൾ അവളെ തൻ്റെ നെഞ്ചോടൊന്നുകൂടി ചേർത്ത് പിടിച്ചു പാർവതി. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പേടിയോടെ അവളിൽ ചേർന്ന് നിന്നു ചിന്നു. അനാവശ്യം പറയരുത്. റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടിട്ടും ഒന്ന് സ്ലോ ചെയ്യേണ്ട മര്യാദ പോലെ നിങ്ങൾക്കില്ലേ? നിങ്ങളെന്താ പിൻസീറ്റിലിരുന്നാണോ ഡ്രൈവ് ചെയ്തത്? വർദ്ധിച്ചു വന്ന ദേഷ്യത്തിൽ പാർവതി അയാളോട് ചോദിച്ചു. അതേ കൊച്ചെ, ആളും തരവും നോക്കാതെ സംസാരിച്ചാലുണ്ടല്ലോ. കാറിനകത്ത് ആരാണെന്ന നിൻ്റെയൊക്കെ വിചാരം? മര്യാദക്ക് വഴിയിൽ നിന്ന് മാറ്. സാറ് വെയിറ്റ് ചെയ്യുക. പാർവതിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. ഛീ, നിർത്തടോ. മര്യാദക്ക് റോഡ് ക്രോസ് ചെയ്തിരുന്ന കൊച്ചിനെ ഇങ്ങോട്ട് വന്ന് ഇടിച്ചതും പോരാ, ന്യായീകരണം കൂടി നടത്തുന്നു. മര്യാദക്ക് കാർ ഓടിച്ചവനോട് ഇങ്ങോട്ട് ഇറങ്ങി ഈ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയും. കൂട്ടത്തിൽ നിന്നൊരു മുതിർന്ന പുരുഷൻ പറഞ്ഞു. നിങ്ങളൊക്കെ ഇത് എന്തറിഞ്ഞിട്ടാ? കാറിനകത്ത് ആരാണെന്ന്? അത് പറഞ്ഞതും കോ ഡ്രൈവർ സീറ്റ് തുറന്നതും ഒരുമിച്ചായിരുന്നു. പാൻസും ഷർട്ടും ധരിച്ച എക്സിക്യൂട്ടീവ് ലുക്കിലുള്ളൊരു മധ്യവയസ്കൻ വേഗത്തിൽ ഇറങ്ങി. രമേശ്, എന്താ ഇത്? ഇതൊന്നും ഇതുവരെ ക്ലിയർ ചെയ്തില്ലേ? സർ, വെയിറ്റ് ചെയ്യുക, ആദ്യയോടെ ഡ്രൈവറോട് അയാൾ പറഞ്ഞു. ഒരു 5 മിനിറ്റ് സാർ. സാർ കാറിലേക്ക് ഇരുന്നോളൂ, ഇത് ഞാൻ ക്ലിയർ ചെയ്തോളാം, ഡ്രൈവർ പറഞ്ഞു. എന്നാലും രമേശിനെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് അയാൾ മുന്നിലേക്ക് വന്നു. ദേ, മര്യാദക്കെല്ലാം വഴിയിൽ നിന്ന് മാറിക്കോ. കാറിനകത്ത് ഞങ്ങളുടെ സാറുണ്ട്, അയാൾ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കുറേ ആയല്ലോ സാറുണ്ടെന്നൊക്കെ പറയുന്നു. നിങ്ങളുടെ ഈ സാറാരാ? കൊച്ചി രാജ്യത്തെ കൊച്ചു രാജാവോ? അതീവ ദേഷ്യത്തോടെ പാർവതി ചോദിച്ചു. രാജാവല്ല, ചക്രവർത്തി. കൊച്ചിപ്പോൾ കളിയാക്കി പറഞ്ഞ കൊച്ചി രാജ്യം മുഴുവൻ വേണമെങ്കിൽ വാങ്ങാൻ കെൽപ്പുള്ള ചക്രവർത്തി. ഗമയോടെ ആൾ പറയുമ്പോൾ കൂടി നിന്നവരും പാർവതിയും പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കി. അയാൾ ആരായാലും എനിക്കെന്താ? എൻ്റെ അനിയത്തിയെ ഇങ്ങോട്ട് വന്ന് കാറടിച്ചതിന് സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി, നിങ്ങളും നിങ്ങളുടെ സാറും, പാർവതി പറഞ്ഞു. ഇതേ കൊച്ചെ, വേണ്ട, വെറുതെ ആപത്തെടുത്ത് തലയിൽ വെക്കരുത്. സാറിനെ പറ്റി നിനക്കൊന്നും അറിയാഞ്ഞിട്ടാ. മര്യാദക്ക് വഴിയിൽ നിന്ന് മാറിക്കോ. നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ സാറിനോട് പോയി പറയേ, ഇങ്ങോട്ട് ഇറങ്ങി ഇതിനൊരു സമാധാനം പറയാൻ. എന്നിട്ടേ ഈ പ്രശ്നം തീരൂ. അതുതന്നെ അതിൻ്റെ ശരി. ചെന്ന് വിളിക്കടോ വണ്ടി ഓടിച്ച തൻ്റെ സാറിനെ. കൂട്ടത്തിൽ ഒരാൾ പാർവതിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. നീയൊക്കെ എത്രയൊക്കെ കിടന്ന് ചാടിയാലും ഇതുപോലുള്ള ലോക്കൽസിൻ്റെ മുന്നേ എൻ്റെ സാറ് വരില്ല. അത് പറഞ്ഞതും ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോറ് തുറന്നതും ഒരുമിച്ചായിരുന്നു. കൂടി നിന്ന് എല്ലാവരും പാർവതിയും ചിന്നുവും ഒരു നിമിഷം അങ്ങോട്ട് നോക്കി. വെളുത്തു തുടുത്തൊരു ചെറുപ്പക്കാരൻ, ട്രിമ്മ് ചെയ്ത കുറ്റിത്താടിയും മീശയും, കോലൻ മുടി നന്നായി കോതി ഒതുക്കി വെച്ചിരിക്കുന്നു. എന്നാലും അതിൽ നിന്ന് 1-2 മുടി ഇഴകൾ നെറ്റിയിൽ വീണ് കിടക്കുന്നു. കട്ടിയുള്ള കറുത്ത പുരികങ്ങളും ചുവന്ന ചുണ്ടുകളും ആപ്പിളിനെ അനുസ്മരിപ്പിക്കും വിധത്തിലുള്ള നിറവും. ഒരു ആഷ് പാൻസും മെറൂൺ ഷർട്ടുമാണ് വേഷം. ആഷ് കളറിൽ തന്നെയുള്ള വേസ്റ്റ് കോട്ടും ഇട്ടിട്ടുണ്ട്. തികഞ്ഞ ഗൗരവം നിറഞ്ഞ മുഖത്തോടെ അവൻ കാറിൽ നിന്നും ഇറങ്ങിയതും കൂടി നിന്നവർ എല്ലാവരും വന്ന് പരസ്പരം നോക്കിപ്പോയി. എന്നാൽ പാർവതി മാത്രം യാതൊരു കുഴപ്പവുമില്ലാതെ അവനെ നോക്കി നിന്നു. അയ്യോ സാർ കാറിലേക്ക് ഇരുന്നോളൂ, ഒരു 5 മിനിറ്റ് ഞങ്ങൾ സോൾവ് ചെയ്തോളാം, ബഹുമാനത്തോടെ അയാൾ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ സ്റ്റീഫൻ, അതും പറഞ്ഞുകൊണ്ട് ഡോർ അടച്ചു മുന്നിലേക്ക് വന്നവൻ കാറിൻ്റെ ബോണറ്റിൽ ചാരി നിസ്സാരഭാവത്തിൽ കൈകെട്ടി നിന്നു. അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന പുച്ഛഭാവം പാർവതിയെ കൂടുതൽ ചൊടിപ്പിച്ചു. നിങ്ങളാണോ കാർ ഓടിച്ചത്? പാർവതി ചോദിക്കുമ്പോൾ അവളെ അടിമുടി ഒന്ന് നോക്കി ആകാശ്. യെസ് ഐ ആം, പുച്ഛഭാവത്തിൽ തന്നെ അവൻ പറഞ്ഞു. ദേ കൊച്ചെ, കൂൾ ഡൗൺ സ്റ്റീഫൻ, ലെറ്റ് ഹർ സ്പീക്ക്. എന്തോ പറയാൻ തുടങ്ങിയ സ്റ്റീഫനെ തടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. യാ യു കണ്ടിന്യൂ, അവൻ പറഞ്ഞതും ചിന്നുവിനെ ഒന്ന് ചേർത്ത് പിടിച്ചു പാർവതി. നിങ്ങൾക്ക് എന്താ കാർ ഓടിക്കാൻ അറിയില്ലേ? ഇത്ര സ്പീഡിലാണോ ഡ്രൈവ് ചെയ്യേണ്ടത്? അടുത്ത് സ്കൂൾ ഉള്ളത് കണ്ടല്ലേ അവിടെ റോഡിൽ ഹമ്പുള്ളത്? അതോ ഇതെന്തിനാണെന്ന് പോലും തനിക്കറിയില്ലേ? ഇതേ കൊച്ചെ. സ്റ്റീഫൻ, അവൻ്റെ വിളിയുടെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ അയാൾ മിണ്ടാതെ നിന്നു. നിങ്ങൾക്കെന്താ ഇതിനൊരു സമാധാനം പറയാനുള്ളത്? നിങ്ങൾ സോറി പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി. വാട്ട്? സോറി മീ? നെഞ്ചത്ത് ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് പുരികങ്ങൾ ഉയർത്തി ചോദ്യഭാവത്തിൽ അവൻ ചോദിച്ചു. പിന്നീട് അവൻ എന്തോ ഓർത്ത കണക്ക് പൊട്ടിച്ചിരിക്കുമ്പോൾ ആ ചിരി സ്റ്റീഫനിലും ഡ്രൈവറിലും വഴിമാറിയിരുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് നിന്ന പാർവതിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യമാണ് തോന്നിയത്. നിങ്ങളെന്താ ആളെ കളിയാക്കുവാണോ? പാർവതി ചോദിക്കുമ്പോൾ ചിരി ഒന്ന് നിർത്തി ചോദ്യഭാവത്തിൽ അവളെ നോക്കി ആകാശ്. എക്സ്ക്യൂസ് മീ, വാട്ട് ഡിഡ് യു സേ? ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദ ലാസ്റ്റ് വേർഡ് യു സെഡ്. വാട്ട് ഈസ് ദാറ്റ്? കലിയ, അതും പറഞ്ഞ് സ്റ്റീഫൻ്റെ മുഖത്തേക്ക് നോക്കി ആകാശ്. കളിയാക്കിയെന്നാ സാർ പറഞ്ഞത്, വിച്ച് മീൻസ് ടീസ്ഡ്. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ സ്റ്റീഫൻ പറഞ്ഞു. ഓ യാ ഗോട്ട് ഇറ്റ്.
സോറി, ഞാൻ അബ്രോഡാണ് പഠിച്ചത്, സോ എനിക്ക് ചില മലയാളം വേർഡ്സ് മീനിങ് പെട്ടെന്ന് കിട്ടത്തില്ല. നിങ്ങളുടെ ജാതകം അറിയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങൾ സോറി പറയണം. അത് കേൾക്കാൻ വേണ്ടി ഒട്ടും വിട്ടുകൊടുക്കാത്ത ദേഷ്യത്തോടെ തന്നെ പാർവതി പറഞ്ഞു. സോറി ഫോർ വാട്ട്? നിങ്ങളല്ലേ ഈ കാറടിച്ചത്? ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? നിങ്ങൾ സമാധാനം പറയുമായിരുന്നോ? എന്നിട്ടിപ്പം നിന്ന് നാടകം കളിക്കുവാണോ വേണ്ടത്? പാർവതി പറയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സമാധാനം മരവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഒന്ന് നേരെ എണീച്ച് നിന്ന് സ്റ്റീഫനെ ദേഷ്യത്തോടെ നോക്കി. ഈ കാർ ഓടിച്ചത് ഞാനാ, ഈ കുട്ടിയുടെ മേലെ കാറ് തട്ടിയതും ഞാനാ, ബട്ട് ഐ വിൽ നോട്ട് സേ സോറി. പിന്നെ ഐ ലൈക്ക് യുവർ മെലോഡ്രാമ ആൻഡ് ഓവർ പെർഫോമൻസ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്നും എനിക്കറിയാം. അതും പറഞ്ഞ് പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് വാലറ്റ് പുറത്തെടുത്തു ആകാശ്. വേണ്ട സാർ, ഇത് നമുക്ക്. യു ഷട്ടപ്പ് സ്റ്റീഫൻ, ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. ശേഷം വാലറ്റിൽ നിന്നും കുറച്ച് 2000-ൻ്റെ നോട്ട് പുറത്തേക്കെടുത്തു. ഇതിനു വേണ്ടിയായിരുന്നില്ലേ ഈ ഡ്രാമ? ഹാ, ടേക്ക് ദീസ്. അതും പറഞ്ഞ് ആ നോട്ടുകൾ പാർവതിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു ആകാശ്. ഗെറ്റ് ഇൻ സ്റ്റീഫൻ. അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി ആകാശ്. ഒന്ന് നിന്നെ. പിന്നിൽ പാർവതിയുടെ ശബ്ദം കേട്ടതും ഒന്ന് നിന്ന് സംശയത്തോടെ അവളെ തിരിഞ്ഞു നോക്കി ആകാശ്. അടുത്ത് നിന്ന സ്ത്രീയോട് ചിന്നുവിനെ പിടിക്കാൻ പറഞ്ഞുകൊണ്ട് നിലത്തിരുന്ന ആ നോട്ടുകൾ ഓരോന്നായി എടുത്തു പാർവതി. ഒപ്പം ചിന്നുവിന് ബുക്ക് വാങ്ങാൻ പാർവതി കൊടുത്ത 50 രൂപയുടെ മിച്ചം തുകയായ നിലത്ത് ചിതറിക്കിടന്ന ചില്ലറകളും അതെല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് നേരെ ആകാശിൻ്റെ മുന്നിലായി വന്ന നിന്ന് പാർവതി. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഈ പണത്തിന് വേണ്ടിയാണ് ഞാൻ ഡ്രാമ കളിച്ചതെന്നോ? പണത്തിൻ്റെ അഹങ്കാരം തലക്ക് പിടിച്ച് നടക്കുന്ന തന്നെപ്പോലെയുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ തനിക്കൊരു കാര്യമറിയോ? കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുടുംബം സംരക്ഷിക്കുന്നവർക്ക് ഇത് വെറും കടലാസുകളല്ല, മഹാലക്ഷ്മിയാണ്, മഹാലക്ഷ്മി. അതൊന്ന് വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച തന്നെപ്പോലുള്ള പ്രമാണിമാർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കില്ല. അതുകൊണ്ടല്ലേ ഇതിനെ നിസ്സാരമായി വലിച്ചെറിയാൻ തനിക്ക് തോന്നിയത്? തൻ്റെ ഈ പണം താൻ തന്നെ വെച്ചോ. തന്നെപ്പോലെ ഇതിനെ മുഖത്തെറിയാൻ ശീലിച്ചിട്ടില്ല ഞാൻ. അതുകൊണ്ട് ഇത് തൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അതും പറഞ്ഞ് അവൻ്റെ വലത് കൈ പിടിച്ച് കൈക്കുള്ളിൽ ആ നോട്ടുകൾ വെച്ചു കൊടുത്തു പാർവതി. അവളുടെ ആ പ്രവൃത്തി കണ്ട് ദേഷ്യം കൊണ്ട് ആകെ ചുവന്ന് നിൽക്കുമായിരുന്നു ആകാശ്. ഇയാൾ ചെയ്ത തെറ്റായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇയാളെ ചുമ്മാതങ്ങ് വിട്ടാൽ ഇന്ന് എൻ്റെ അനിയത്തിക്ക് സംഭവിച്ച നാളെ നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടുകാർക്കോ സംഭവിക്കും. കൂടി നിന്ന ആളുകളോടായി പാർവതി പറയുമ്പോൾ പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കി എല്ലാവരും. ആ കൊച്ചു പറഞ്ഞത് നേരാടാ ചെക്ക, മര്യാദക്ക് മാപ്പ് പറഞ്ഞിട്ട് താൻ ഇവിടെ നിന്ന് പോയാൽ മതി. കൂട്ടത്തിൽ മുതിർന്നൊരു സ്ത്രീ അല്പം മുന്നോട്ട് വന്ന് ആകാശിനോട് പറയുമ്പോൾ ദേഷ്യത്തോടെ സ്റ്റീഫൻ്റെ മുഖത്തേക്ക് നോക്കിയവൻ. ദേ, സാർ ആരാണെന്ന് അറിഞ്ഞിട്ടാ നീയൊക്കെ കിടന്ന് കുരയ്ക്കുന്നേ? ഒന്ന് നിർത്തടോ, കുറേ ആയല്ലോ ഇയാൾ താനങ്ങ് പുഴുകെത്തുന്നു. അത്രക്കങ്ങ് പുകയത്ത ഇയാളാരാ? മനുഷ്യൻ, വെറും മനുഷ്യനാണ് ഇയാൾ. എന്നെയും നിങ്ങളെയും ഇവിടെ കൂടി നിൽക്കുന്ന ഓരോരുത്തരെയും പോലെ ഒരു മനുഷ്യൻ, വെറും മനുഷ്യൻ. അവസാന വാചകം ആകാശിൻ്റെ മുഖത്തേക്ക് നോക്കി ഉറപ്പുള്ള ശബ്ദത്തിൽ പാർവതി പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ അവളെ ചുട്ടരിക്കാൻ തക്കവണ്ണം കോപാഗ്നി പടർന്നിരുന്നു. ആ കൊച്ചു പറഞ്ഞത് കേട്ടില്ലേ? മര്യാദക്ക് മാപ്പ് പറയടോ. കൂട്ടത്തിൽ മറ്റൊരുവൻ കൂടി പറയുമ്പോൾ സ്റ്റീഫനെ ഒന്ന് നോക്കിക്കൊണ്ട് അല്പം മുന്നിലേക്ക് വന്നു ആകാശ്. ഐ ആം സോറി. പാൻസിൻ്റെ ഇരു പോക്കറ്റിലും കൈയിടെ ആരോടുന്നില്ലാതെ ഉറപ്പുള്ള ശബ്ദത്തിൽ അവൻ പറഞ്ഞു. ഇതെന്ത് പറച്ചില്ല? മര്യാദക്ക് പറച്ചക്ക. ആ കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ ഉറക്കെ വിളിച്ചു പറഞ്ഞു. വേണ്ട ചേച്ചി, ഇത് മതി. എന്തായാലും സോറി പറയില്ല എന്ന് പറഞ്ഞ ആളല്ലേ? അയാളെ കൊണ്ട് ഇത്രയൊക്കെ പറയിപ്പിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. കൈകൾ കൂപ്പി എല്ലാവരോടുമായി പാർവതി പറഞ്ഞു. ശേഷം നടന്ന് ആകാശിൻ്റെ മുന്നിലായി വന്ന് നിന്നു. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ താൻ. തൻ്റെ അഹങ്കാരവും ഞെകളിപ്പും സ്വന്തം കയ്യിൽ തന്നെ വെച്ചാൽ മതി, മറ്റുള്ളവരോട് കാണിക്കാൻ നിൽക്കണ്ട. പിന്നെ ഒന്നുകൂടി, ഇതെന്തിനാണെന്നറിയോ? ഇത്രയും നന്നായി സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുന്നതിന് തനിക്ക് ഞാൻ തരുന്ന സമ്മാനം. അതും പറഞ്ഞ് കയ്യിൽ കരുതിയിരുന്ന ചില്ലറ പൈസ അവൻ്റെ കൈക്കുള്ളിലേക്ക് വെച്ചു കൊടുത്തു പാർവതി. തൻ്റെ ഡ്രൈവിങ്ങിന് ഞാൻ തന്ന സമ്മാനമായിട്ട് കൂട്ടിയാൽ മതി. ഇനിയും ആരെങ്കിലും കാറടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതിന് തൊട്ട് മുൻപ് ഞാൻ തനിക്കിട്ട ഈ വിലയെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞത് പച്ച മലയാളത്തിലാണ്. സായിപ്പിനത് മനസ്സിലായില്ലെങ്കിൽ ഈ നിൽക്കുന്ന സ്റ്റീഫനോട് ചോദിച്ച് മനസ്സിലാക്കിയത്. എനിക്ക് തർജ്ജമ ചെയ്യാൻ സമയമില്ലാഞ്ഞിട്ട്. ആകാശിനോടെ തികഞ്ഞ ഗൗരവഭാവത്തിൽ പാർവതി പറയുമ്പോൾ ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചിരുന്ന ആകാശ്. നോ സ്റ്റീഫൻ, ആകാശ് പറഞ്ഞു. കയ്യിലെ ചില്ലറ പൈസയിലേക്കൊന്ന് നോക്കിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് അതീവ ദേഷ്യത്തോടെ നോക്കി ആകാശ്. എന്നാൽ അവനെ ദേഷ്യത്തോടെ ഒരു നിമിഷം നോക്കി നിന്ന ശേഷം ചിന്നുവിൻ്റെ അടുത്തേക്ക് പോയി പാർവതി. നീ വാ മോളെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അതും പറഞ്ഞ് ചിന്നുവിനെയും കൂട്ടി ഓട്ടോ ലക്ഷ്യമാക്കി പതിയെ നടന്നു പാർവതി ഓട്ടോയിൽ കയറിപ്പോയതും ആളുകൾ പിരിഞ്ഞുപോയി. അവനെ നോക്കി മുറുമുറുത്തുകൊണ്ട് ആളുകൾ നടന്നു പോകുമ്പോഴും കയ്യിലിരുന്ന ചില്ലറ പൈസ ദേഷ്യത്തോടെ നോക്കി നിൽക്കുമായിരുന്നു ആകാശ്. സാർ, പതിഞ്ഞ സ്വരത്തിൽ പേടിയോടെ സ്റ്റീഫൻ വിളിച്ചു. ഹൂസ് ഷീ? ചില്ലറയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ ചോദിച്ചു. അറിയില്ല സർ, ഐ വാണ്ട് ദ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓഫ് ഹർ. സർ ഒരു വാക്ക് പറഞ്ഞാൽ ടു വാട്ട് ഐ സെഡ് സ്റ്റീഫൻ. ഉള്ളം കൈയിലെ ചില്ലറ പൈസയെ കൈക്കുള്ളിൽ വെച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ അവനിലെ ദേഷ്യം അതിൻ്റെ കൊടുമുടിയിലെത്തിയിരുന്നു. സ്കൂളിലെ നീണ്ട കോറിഡോറിലൂടെ വേഗത്തിൽ നടക്കുമായിരുന്നു പാർവതി. ഇടയ്ക്കിടയ്ക്ക് കയ്യിലെ വാച്ചിൽ സമയം നോക്കുന്നുണ്ട്. ചുമലിൽ കിടന്ന ബാഗ് ഒന്നുകൂടി കയറ്റിയിട്ട് വേഗത്തിൽ നടക്കുമ്പോഴാണ് കയ്യിലൊരു ഫയലും പിടിച്ച് വേഗത്തിൽ തനിക്ക് അഭിമുഖമായി നടന്നു വരുന്ന ഗംഗാധരനെ കാണുന്നത്. പാർവതി, എന്ത് ഇത്ര ലേറ്റായത്? ഞാൻ എത്ര തവണ വിളിച്ചു? വളരെയധികം പേടിയോടെ ഗംഗാധരൻ ചോദിക്കുമ്പോൾ അയാളുടെ മുഖത്തെ ഭാവം ഒന്നും മനസ്സിലാവാതെ നോക്കി നിന്ന് പാർവതി. വരുന്ന വഴിക്ക് ചിന്നുവിന് വഴിയിൽ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി സർ. അയ്യോ, എന്നിട്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കയ്യിലും കാലിലും ഒക്കെ മുറിവുണ്ടായിരുന്നു. അതൊക്കെ ഡ്രസ്സ് ചെയ്യിപ്പിച്ച് അവളെയും വീട്ടിൽ
വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരുന്ന വഴിയാ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? തട്ടിയ വണ്ടി നിർത്താതെ പോയോ? ഇല്ല, കാറ് നിർത്തി. അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് ഒരുത്താൻ. അവനെക്കൊണ്ട് സോറി പറയിപ്പിച്ചു ഞാൻ. എന്തോ ഓർത്തതുപോലെ പാർവതി പറയുമ്പോൾ അവളുടെ മുഖത്ത് ദേഷ്യം നേളിച്ചിരുന്നു. മോളെ, പുതിയ MD വന്നിട്ടുണ്ട്. വന്നപാടെ തന്നെ നിന്നെ അന്വേഷിച്ചു. പെട്ടെന്ന് ഗംഗാധരൻ പറയുമ്പോൾ ഒരു ഞെട്ടലോടെയാണ് പാർവതി അത് കേട്ടത്. എപ്പോഴാണ് വന്നത് സാർ? വന്നിട്ട് കുറേ ആയി. ഒന്നും പറയണ്ട. അന്ന് വന്ന ബാലചന്ദ്രൻ സാറിൻ്റെ മകനാണെന്ന് പറയില്ല. വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാ ദേഷ്യം. ആരാണ്ടോ ഉള്ള ദേഷ്യം എൻ്റെ പുറത്താണ് തീർക്കുന്നത് എന്ന് വരെ തോന്നിപ്പോകുക. എന്തായാലും മോള് വാ, നിന്ന് താമസിക്കണ്ട. അതും പറഞ്ഞ് ധൃതിയിൽ ഗംഗാധരൻ നടക്കുമ്പോൾ സാരിയുടെ മുന്താണിയെടുത്ത് മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അയാൾക്കൊപ്പം നടന്നു പാർവതി. അടഞ്ഞു കിടക്കുന്ന പ്രിൻസിപ്പൽ റൂമിന് മുന്നിൽ ഒരു നിമിഷം നിന്നു പാർവതി. മോള് പേടിക്കണ്ട, വാ. അവളുടെ നിൽപ്പിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ തോളിൽ തട്ടിക്കൊണ്ട് ഗംഗാധരൻ പറയുമ്പോൾ അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു പാർവതി. ശേഷം അയാൾക്കൊപ്പം അകത്തേക്ക് കയറി. കണ്ണുകളെ വിശ്വസിക്കാനാവാത്ത കാഴ്ച. തലയ്ക്ക് പിന്നിൽ ആരോ ശക്തമായി അടിച്ചതുപോലെ, കാലുകൾ നിശ്ചലമായതുപോലെ, കൈകളിൽ തണുപ്പും വിറയലും അനുഭവപ്പെടുന്നത് പോലെ. വന്നുപെട്ടത് ചക്രവ്യൂഹത്തിലാണെന്ന് തിരിച്ചറിഞ്ഞതും അറിയാതെ കണ്ണുകൾ നിറഞ്ഞു വന്നു പാർവതിക്ക്. ചേറിൽ കാലിന്മേൽ കാലിട്ടിരുന്നുകൊണ്ട് ഫോണിൽ നോക്കിയിരിക്കുവാണ് ആകാശ്. ഗംഗാധരൻ്റെയും പാർവതിയുടെയും സാമീപ്യം അറിഞ്ഞെങ്കിലും തലയുയർത്തി അവരെ നോക്കിയില്ല അവൻ. നിറഞ്ഞു വന്ന പേടിയോടെ അവനിൽ നിന്ന് കുറച്ച് മാറി ഒരു സൈഡിലായി നിൽക്കുന്ന സ്റ്റീഫൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാളുടെ മുഖത്ത് അവളെ നോക്കിയൊരു പുച്ഛച്ചിരി വിടർന്നു. മാൻപേടയെ വേട്ടയാടി പിടിച്ച് സിംഹത്തിന് മുന്നിലിട്ട് കൊടുത്ത വിശ്വാസതനായ ചെന്നാഴയുടെ ഭാവത്തോടെ ഉയർന്നു വന്ന നെഞ്ചിരിപ്പോടെ തലകുനിച്ച് നിൽക്കാനേ അപ്പോൾ അവൾക്ക് കഴിഞ്ഞുള്ളൂ. നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ സാരി തലപ്പ് കൊണ്ട് തുലക്കുമ്പോൾ എന്തും നേരിടാൻ പാകത്തിന് അവളുടെ മനസ്സിനെ പാകപ്പെടുത്തിയിരുന്നു. സർ, ഇതാണ് സ്റ്റാഫ് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഫയൽ. സ്റ്റീഫൻ്റെ കയ്യിൽ ഫയൽ കൊടുത്തുകൊണ്ട് ഗംഗാധരൻ പറയുമ്പോൾ അത് വാങ്ങി വെറുതെ ഒന്ന് മറിച്ചു നോക്കി സ്റ്റീഫൻ. സർ, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി പാർവതി. ആകാശിൻ്റെ മുന്നിലായി വന്ന് നിന്നുകൊണ്ട് അല്പം ഒരു ബഹുമാനത്തോടെ ഗംഗാധരൻ പറയുമ്പോൾ മുഖമേർത്തി അവളെ ഒന്ന് നോക്കി ആകാശ്. മുഖത്ത് വേറെ ഭാവവ്യത്യാസമൊന്നും തന്നെ ഇല്ലാത്ത അവൻ്റെ നോട്ടം അവളെ വല്ലാത്തൊരു പേടി ഉണർത്തി. സുനാമിക്ക് തൊട്ട് മുൻപുള്ള കടലിൻ്റെ ശാന്തത അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു. ചെയറിൽ നിന്ന് എണീച്ച് ഫോൺ പാൻസിൻ്റെ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് അവൾക്ക് മുന്നിലേക്ക് വന്നു ആകാശ്. കുറച്ചു മാറി നിൽക്കുന്ന സ്റ്റീഫനെ തിരിഞ്ഞു നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആഗ്രഹിച്ചതെന്തോ മുന്നിൽ കൊണ്ടുവന്നു തന്നതിൻ്റെ നന്ദി സൂചകമായി. ഹായ്, ഐ ആം ആകാശ് വർമ്മ. അവൾക്ക് നേരെ വലത് കൈ നീട്ടിക്കൊണ്ട് അവൻ പറയുമ്പോൾ പേടിയോടെ മുഖം കുനിച്ചു നിന്ന് പാർവതി. മിസ് പാർവതി, ദേഷ്യത്തോടെ സ്റ്റീഫൻ വിളിച്ചു. സ്റ്റീഫൻ, നോ. അയാളെ തടഞ്ഞുകൊണ്ട് ആകാശ് വിളിക്കുമ്പോൾ മുഖമുയർത്തി അവനൊന്ന് നോക്കി പാർവതി. ഇപ്പോഴും നീട്ടിപ്പിടിച്ച കൈയുമായി നിൽക്കുകയാണ് ആകാശ്. മോളെ. അവളുടെ തോളിലൊന്ന് കൈവച്ചുകൊണ്ട് ഗംഗാധരൻ വിളിക്കുമ്പോൾ ആ വിളിയുടെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ അവൻ്റെ കയ്യിൽ കൈ ചേർക്കാൻ തീരുമാനിച്ചു പാർവതി. വിറയ്ക്കുന്ന കൈകളോടെ അവൻ്റെ കയ്യിൽ കൈ ചേർക്കുമ്പോൾ അവളുടെ കൈ തൻ്റെ വലത് കൈ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു ആകാശ്. തൻ്റെ കയ്യിൽ അവൻ്റെ കൈകൾ ഞെരിയുമ്പോൾ ആ വേദന തലച്ചോറിനെ പോലും മരവിപ്പിക്കുന്നത് അറിഞ്ഞിട്ടും മറുത്തൊന്നും പ്രതികരിക്കാതെ വേദന കടിച്ചമർത്തി നിന്നു പാർവതി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അടുത്ത് നിൽക്കുന്ന ഗംഗാധരനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കൈകൾ മോചിപ്പിക്കുമ്പോൾ കൈകൾ പറഞ്ഞുപോയ വേദനയായിരുന്നു അവൾക്ക്. അതറിഞ്ഞിട്ടും വേദന കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു വന്നിട്ടും അത് പുറത്ത് കാണിക്കാതെ മൗനം പാലിച്ചു പാർവതി റൈറ്റ്. അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് കൈകൾ മാറിൽ പിണച്ചു കെട്ടി ആകാശ് ചോദിക്കുമ്പോൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി പാർവതി. അതെ, ധൈര്യം സംഭവിച്ചവൾ പറഞ്ഞു. മിസ് പാർവതി, വാട്ട്സ് ദ ടൈം നൗ? കയ്യിലെ ടൈം ബാൻഡിലൊന്ന് നോക്കിക്കൊണ്ട് പുച്ഛത്തോടെ അവൻ ചോദിച്ചു. 11:45 സർ. അവളുടെ കയ്യിൽ കെട്ടിയിരുന്ന വാച്ചിലേക്കൊന്ന് നോക്കിക്കൊണ്ട് പാർവതി പറഞ്ഞു. പാർവതി, എന്നും ഈ സമയത്താണോ സ്കൂളിൽ വരുന്നത്? സോറി, അറിയാഞ്ഞിട്ട് ചോദിച്ചത്. ഡോണ്ട് ഫീൽ ബാഡ്. ആ വാക്കുകൾ നിറഞ്ഞു നിന്നിരുന്ന പുച്ഛം നോക്കിക്കാണുമായിരുന്നു പാർവതി. അത് സർ, പാർവതി ഒരു പാവമാണ്. ഇന്നും കറക്റ്റ് സമയത്ത് തന്നെ സ്കൂളിൽ വരുന്നത്. പക്ഷെ ഇന്ന് പാർവതി സ്കൂളിലേക്ക് വരുമ്പോൾ തലതെറി ചെയ്ത ഒരുത്തൻ പാർവതിയുടെ അനിയത്തിയുടെ ദേഹത്ത് കാറിടിപ്പിച്ചു. പിന്നെ ആ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടാണ് പാർവതി വന്നത്. അതുകൊണ്ടാണ് ലേറ്റായത്. ഇടയ്ക്ക് കയറി ഗംഗാധരൻ പാർവതിക്ക് ഒരു സപ്പോർട്ട് പോലെ പറയുമ്പോൾ തന്നെ ദഹിപ്പിക്കാൻ പാകത്തിലുള്ള കൂർത്ത നോട്ടം ആയിരുന്നു അവനിൽ നിന്ന് അവൾക്കുണ്ടായത്. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ തലകുനിച്ച് നിന്നു പാർവതി.